9 മാസത്തെ ട്രയൽ റണ്ണിന്റെ ആത്മവിശ്വാസത്തോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിന്റെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം വിഴിഞ്ഞം തുറമുഖമെന്ന കുഞ്ഞുഞ്ഞിന്റെ ആണോ, പിണറായിയുടേതാണോ, മോദിയുടേതാണോ, അതോ അദാനിയുടേതാണോ എന്ന തർക്കം തുടരുകയും ചെയ്യുന്നു. വിഴിഞ്ഞത്തിന്റെ നേരവകാശികൾ ആരാണെന്ന തർക്കം തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെയും സാധ്യതകളെയും വിളിച്ചോതുന്നതാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വിഴിഞ്ഞം കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ആഘോഷത്തിനിടെ സംഘാടകർ മറന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കേരളത്തിന് മറക്കാനാകില്ല. ലാഭത്തിന്റെ അവകാശവാദങ്ങൾ മാത്രം പ്രസക്തമാകുന്ന ആഘോഷക്കാലത്ത് വിഴിഞ്ഞത്തെ വീടും കുടിയും തൊഴിലും ഇല്ലാതായ മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ 75% ട്രാൻസ്ഷിപ്മെന്റ് രാജ്യത്തിന് പുറത്തുള്ള തുറമുഖങ്ങളിലാണ് നടന്നിരുന്നത്. ഇനി പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം കേരളത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിശാല സാധ്യതകളുള്ള സമുദ്രത്തിനും പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങൾക്കും ഇടയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള അനുബന്ധ വികസനത്തിലേക്കും വിരൽ ചൂണ്ടുന്നതാണ് എന്ന് കരുതാം. പ്രധാനമന്ത്രി ഗതിശക്തിയുടെ കീഴിൽ ജലപാതകൾ, റെയിൽവേകൾ, ഹൈവേകൾ, വ്യോമയാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്നുണ്ടെന്നും ഈ പരിഷ്കാരങ്ങൾ തുറമുഖങ്ങളിലും അടിസ്ഥാന സൗകര്യ മേഖലകളിലും കൂടുതൽ നിക്ഷേപത്തിന് കാരണമായിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. 2045 മാത്രം പൂർത്തിയാവേണ്ട പദ്ധതി 2028 തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്ത് മുന്നേറിയാൽ അത് സാധ്യമാകും. പദ്ധതിക്ക് തുടക്കം കുറിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിക്കാത്തത് രാഷ്ട്രീയമായിരിക്കാം. ഉമ്മൻചാണ്ടി പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ അദാനിയെ പദ്ധതി ഏൽപ്പിച്ചതിൽ 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതിയാണെന്ന ആരോപണം ഉന്നയിച്ചതിന്റെ കുറ്റബോധമായിരിക്കില്ല. അഴിമതി ആരോപണം ഉന്നയിച്ച് പദ്ധതി ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി അന്ന് വ്യക്തമാക്കിയിരുന്നു. ആരോപണം ഉന്നയിച്ചവർക്ക് പദ്ധതി നടപ്പാക്കേണ്ടി വന്നത് ഉമ്മൻചാണ്ടിക്കുള്ള അംഗീകാരം തന്നെയാണ്. ഏതായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും പോരവസാനിപ്പിച്ച് കൈകോർത്താൽ സംസ്ഥാനത്തിന്റെ പുരോഗതിയുടെ ഗതിവേഗം വർദ്ധിക്കുകയുള്ളൂ. ഉദ്ഘാടനം ഇന്നലെ ആയിരുന്നെങ്കിലും 2024 ജൂലൈ 12 തുറമുഖത്തിന്റെ പരീക്ഷണ പ്രവർത്തനം തുടങ്ങിയിരുന്നു. തുടർന്ന് 286 കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി പരീക്ഷണ കാലത്ത് 6 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. 10 ലക്ഷം കണ്ടെയ്നറുകൾ വർഷം തോറും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നിലവിലുള്ളത്. 3ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഇത് 30 ലക്ഷമാകും. അതോടെ വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ പ്രധാന ആഴക്കടൽ തുറമുഖമാകും. വിഴിഞ്ഞം പദ്ധതി പുരോഗതിയിലേക്കുള്ള ചുവടുവയ്പ്പാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ ആ പുരോഗതി അദാനിയിൽ ഒതുങ്ങില്ലെന്ന് സർക്കാരുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. വിഴിഞ്ഞം പദ്ധതിയിൽ കേരളത്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടെന്ന റിപ്പോർട്ട് കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ 2017 നിയമസഭയിൽ വെച്ചിരുന്നത് മറക്കരുത്. പൊതു സ്വകാര്യ നിർമ്മാണ പദ്ധതികളിലെ 30 വർഷ കൺസെഷൻ പീരീഡ് 10 വർഷം കൂടുതൽ നൽകിയതിലൂടെ അദാനിക്ക് 29,217 കോടി രൂപയുടെ അധിക വരുമാനം ലഭ്യമാകുമെന്ന് CAG ആരോപിച്ചിരുന്നു. സംസ്ഥാനമാണ് പദ്ധതിയുടെ 70% നിക്ഷേപവും നടത്തുന്നതെങ്കിലും ആനുപാതികമായ ലാഭം തിരിച്ചു കിട്ടാത്ത വിധത്തിലാണ് അദാനിയുമായുള്ള കരാറെന്നും CAG ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആഘോഷത്തിനിടെ മറക്കരുത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായുള്ള പുനരധിവാസ പദ്ധതികൾ അർത്ഥപൂർണമായും സമയബന്ധിതമായും പൂർത്തിയാക്കുമെന്നാണ് കഴിഞ്ഞ മാർച്ചിൽ മന്ത്രി BN വാസവൻ വിഴിഞ്ഞത്ത് പറഞ്ഞത്. 1.5 വർഷം കൊണ്ട് 635 ചതുരശ്ര അടിയിലുള്ള ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞത് 2022 ഡിസംബറിലായിരുന്നു. 2.5 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. പൂന്തുറ ഗോഡൌണിൽ ഇപ്പോഴും കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. 48 കട്ടമരക്കാർക്ക് നഷ്ടപരിഹാരം നൽകിയതൊഴിച്ചാൽ വിഴിഞ്ഞത്ത് കാര്യമായി ഒന്നും നടന്നിട്ടില്ല. 1650 വീടുകൾ നൽകാമെന്ന് അറിയിച്ചെങ്കിലും പാക്കേജിൽ ഉൾപ്പെടുത്താനുള്ള വെരിഫിക്കേഷൻ മാത്രമാണ് നടന്നത്. വികസന പദ്ധതികൾ അനിവാര്യമാണ്. പക്ഷേ അത് ദരിദ്രരുടെ നിലവിളികൾക്ക് മുകളിലാകുമ്പോൾ എല്ലാവരുടേതുമാകുന്നില്ല. വിഴിഞ്ഞം എല്ലാവരുടേതുമാകട്ടെ.